നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു, നീ എന്താ ഇവിടെ? സഞ്ജുവിനെ കാണാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എവിടേക്ക് വരാനാ? എന്റെ റൂമിലേക്ക് വന്നത് എന്തിനാന്നാ ചോദിച്ചത്? ഇനി ഞാനും കൂടെ താമസിക്കേണ്ട റൂമല്ലേ ഇത്? പിന്നെന്താ ഞാൻ ഇവിടെ വന്നാ കുഴപ്പം? വിവാഹം കഴിഞ്ഞു മതി അതൊക്കെ. നിന്റെ ബന്ധുക്കൾക്ക് ഇതൊന്നും വിഷയമായിട്ട് വരില്ല. പക്ഷേ ഇത് എന്റെ വീടാ. മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ അറിവോടെ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് സഞ്ജുവിനെ കാണിക്കാനാണെന്ന് പറഞ്ഞാ ഞാൻ വന്നത്. സഞ്ജുവിന് ഇത് കാണണ്ടേ? എനിക്ക് കാണണ്ട. എന്നെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിപ്പിച്ചെടുത്തതല്ലേ. ഇനി അതൊക്കെ കാണാനുള്ള മാനസികാവസ്ഥ കൂടി എനിക്കില്ല. വിവാഹം ഉറപ്പിച്ചു, തീയതിയും കുറിച്ചു. ഇനി സഞ്ജു എന്തിനാ ഇന്നിങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ച് സഞ്ജു തുറന്നു പറ, എന്നെ വിവാഹം ചെയ്യാൻ സഞ്ജു തയ്യാറാണോ? എനിക്ക് ഈ അവഗണന തീരെ സഹിക്കാൻ കഴിയുന്നില്ല. എന്തിനും ഇതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ പരിധിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ റൂമിലേക്ക് വന്നത് പോലും സഞ്ജുവിന് ഇറിറ്റേഷൻ ആവുന്നുണ്ടല്ലേ? പറയൂ, സഞ്ജുവിന് ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടോ? എനിക്ക് ഉത്തരം വേണം. ഉത്തരം ഇല്ലെന്നാണെങ്കിലോ? ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ട്. ആരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. സഞ്ജു എന്റെ കൂടെ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചത് വിളിച്ചു പറയണം. ഞാനൊരു പെണ്ണാണെന്നും എനിക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടെന്ന കാര്യം സഞ്ജു മറന്നു പോകുന്നതാണോ? അതോ എന്നെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചു. ഏറെക്കുറെ എല്ലാവരെയും ഡാഡി ക്ഷണിച്ചും കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ കാണുന്ന എന്താ? എന്റെ കഴുത്തില് താലി കെട്ടാൻ പോകുന്ന ആള് കാമുകിയുടെ ചിത്രം വെച്ച് ജീവിക്കുന്നു. എനിക്ക് മാത്രം ഇതൊക്കെ സഹിക്കാൻ കഴിയൂ. മറ്റൊരു പെണ്ണും ഇത് സഹിച്ചോന്ന് വരില്ല. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി നിലവിൽ വരുള്ളൂ. ഇപ്പോ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. നിനക്കും അങ്ങനെ ആവാം. ഇപ്പോ നീ ഞാനും രണ്ട് അന്യ വ്യക്തികൾ മാത്രമാണ്. പിന്നെ ഞാനായിട്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഒരിടത്തും പറയാൻ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ പറയാം. നിക്ക്. കല്യാണം കഴിഞ്ഞാലും എനിക്ക് നിന്നോടുള്ള മനോഭാവം ഇതൊക്കെ തന്നെയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.